4 മുതൽ 5 മാസത്തിൽ അത്രേ ഉള്ളൂ. അപ്പൊ നല്ല തൂക്കെത്തി, നല്ല തൂക്കെത്തി, നല്ല ഇടനീട്ടം ഉണ്ട്. ഏകദേശം 18-19 കിലോ വരുന്നുണ്ടല്ലേ? ആ ബ്രീഡിന്റെ പ്രത്യേകത അല്ലേ ഇത് കിട്ടണം. നോക്കിക്കഴിഞ്ഞാൽ ആട്ടിൻകുട്ടികളും ആടുകളും ചനിയാടുകളും എല്ലാ ടൈപ്പ് സാധനങ്ങളും പരിചയമാകാത്തതാണ് ചെമ്മരിയാടിന്റെ ഇപ്പൊ ആവശ്യക്കാർ വരുന്നുണ്ടല്ലേ? ആവശ്യക്കാർ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരി, കർഷകർക്ക് അനുയോജ്യമായത് മാത്രമേ ഇതാവുന്നുള്ളൂ. മറ്റുള്ള കംപ്ലൈന്റ് കാര്യങ്ങൾ ഒന്നും വരാത്ത. ഇത് സിരോഹി അല്ലേ? ഇത് സിരോയിയാണ് കേട്ടോ. നല്ല ആരോഗ്യമുള്ള ഒറിജിനൽ സിരോയി. ഇത് പർവൽസരി. അതിന്റെ സിരോയിന്റെ അതേ ജനുസ് തന്നെ. ആ കളറിൽ വരുന്ന മാറ്റം മാത്രമാണ് അവരുടെ പേരിന് പർവൽസരി എന്ന് പറഞ്ഞൊരു. ഇതെല്ലാം വളർത്തുകുട്ടികളാണ്. അതെ. വളർത്ത കുട്ടികൾ നടക്ക് തിന്നുന്ന ഇത് മെയില്, ഇത് കട്ടിങ്ങിനുള്ളത്, ബാക്കിയെല്ലാം വളർത്തുന്നുള്ളത്. ഇത് ഇറച്ചിക്കുള്ള ബാക്കിയെല്ലാം ഇതെല്ലാം കുട്ടികളല്ലേ? ഇത് കുജറി എന്ന് പറയുന്നത്. കുജറി എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ അവിടെ നിന്ന് ഇപ്പൊ ആടുകൾ ഇപ്പൊ നമ്മുടെ ഇവിടെ കാലാവസ്ഥ അങ്ങനത്തെ പ്രശ്നങ്ങളോ അസുഖങ്ങളൊന്നും കാലാവസ്ഥ അനുയോജ്യം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ 4-5 ദിവസം കഴിഞ്ഞിട്ട് കർഷകർക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഓ ശരി. പിന്നെ മെയിനായിട്ട് അവിടുന്ന് വാക്സിൻ എടുക്കുന്നതിനെ കൊണ്ട് അതർ പ്രശ്നങ്ങളൊന്നും ഇവിടെ അങ്ങനെ വരാറില്ല. പിന്നെ വരില്ല എന്ന് പറയാനും പറ്റില്ല. 1-2% ഒക്കെ വരാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കറക്റ്റായിട്ട് വാക്സിൻ എടുക്കുന്നത്, ഇവിടെ കൊണ്ടുവന്ന് ക്വാറന്റൈൻ ചെയ്യുന്നതല്ല? ക്വാറന്റൈൻ ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു വ്യക്തത വരും. ഓക്കെ. അപ്പൊ നമ്മൾ കൊണ്ടുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലതിന് ചുമയൊക്കെ കാണാം, അല്ലെങ്കിൽ പനി കാണും. അപ്പൊ അതെല്ലാം പരിഹരിച്ചിട്ട് മാത്രമേ അതെല്ലാം റെഡി ആക്കിയതിന് ശേഷം മാത്രമേ കർഷകർക്ക് കൊടുക്കത്തുള്ളൂ. ഓക്കെ. കംപ്ലൈന്റ് ഇല്ലാത്ത ബത്തീസ എന്ന് പറഞ്ഞൊരു ബ്രീഡാണ് ഇതല്ലേ? മിൽക്ക് പ്ലസ് മീറ്റ്. കൂടുതലായിട്ടും മീറ്റിന് വേണ്ടി മാത്രം ഇതാക്കുന്നതാണ്. 70% ആണ് ഇതിന്റെ മീറ്റിന്റെ ഉത്പാദനം. അത്യാവശ്യം നല്ല ഇറച്ചി കിട്ടുന്ന നല്ല ഒരു വളർത്തുകുട്ടിയാണ്. അതും ബത്തീസന്റെ കുട്ടിയാണ്. ബത്തീസ എന്നാണ് ആ ബ്രീഡിന്റെ പേര്. ഹൈറ്റും ലെങ്തും കണ്ടില്ല. ചേട്ടാ, അപ്പൊ നമ്മുടെ ഇനിയിപ്പോ ഇവിടുത്തെ ഒരു വില നിലവാരം, വില എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ ഇപ്പോ വില നിലവിൽ 330 മുതൽ 450 വരെയാണ്. ശരി. വിലന്റെ നിലവാരം. അത് നമുക്ക് കർഷകർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെയിങ് മെഷീൻ ഒക്കെ ഉണ്ട്, എല്ലാം തൂക്കി തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവർക്ക് തൂക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ പിന്നെ മാനേജറും 24 അവറും നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾ രാജസ്ഥാനിലാണല്ലോ, ഇവിടെ സ്റ്റാഫ് ഇല്ലെങ്കിലും കൂടി സ്റ്റാഫും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വരിക, ഇഷ്ടമുള്ള ആടിനെ എടുക്കുക. ചെയ്തമാരെ തന്നെയാണ് ബാക്കിയുള്ളവരും. ശരി. അപ്പൊ വരിക, നമുക്ക് ഇഷ്ടമുള്ള ആടിനെ അല്ലേ? ഏത് ബ്രീഡായാലും ഏത് ടൈപ്പ് ആയാലും കൊണ്ടുപോകാം. അതർ ബ്രീഡുകളും ഉണ്ട്. അത് അങ്ങനെ ആവശ്യമുള്ളവർ നേരത്തെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യും. നിങ്ങൾ ഫുൾ ലോഡായിട്ട് ചെയ്യൂ. എങ്ങനെ? ഫുൾ ലോഡായിട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ കേട്ടോ. അങ്ങനെ ആവശ്യമുള്ളവർക്ക് ആ രീതിക്ക് ഇറക്കി കൊടുക്കും. വീഡിയോ നമ്പർ നമ്മുടെ 4 സ്റ്റാർ ഗോഡ് ഫാമിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ ലോഡായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും കേട്ടോ. ഓക്കെ. ഇവിടെ ഒരു പിന്നെ ഇതില്ലാത്ത തരത്തിലാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ നമുക്കൊരു വിമർശനാത്മകമായിട്ടുള്ള ഒരു കാര്യങ്ങളും വരില്ല ആ രീതിക്ക്. അപ്പോൾ എല്ലാം കർഷകർക്ക് സഹായകരമായ രീതിയിൽ മാത്രമാണ്. ഒരു പരാതിയും കാര്യങ്ങളൊന്നും പിന്നീട് വരില്ല. വരാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇത് എല്ലാ ഇതിലും ഉണ്ടല്ലോ. പരാതി മാത്രം കാത്തിരിക്കുന്നവരൊക്കെ എല്ലാത്തിലും ഉണ്ടല്ലോ. അതെ. എന്നാലും നമ്മൾ കഴിവതും പരാതി വരാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇനിയിപ്പം ഇതിപ്പോ അടുത്തിലൂടെ ഇനി എന്നാ വരുന്നത്? ഇപ്പൊ മാസത്തിൽ ഇപ്പോ 4 to 5 ലോഡ് വരുന്നുണ്ട്, ഇപ്പൊ എത്തുന്നുണ്ട്. ശരി. അപ്പൊ അത് കൂടുതലും ഞങ്ങൾ കൂട്ടാതെ ഇരിക്കുകയാണ്. കാരണം ഞങ്ങളെ കൺട്രോളിൽ എത്തത്തക്ക രീതിയിൽ അത്രയൊക്കെ കഴിയുന്നുള്ളൂ. ഓടി എത്തുന്നത് മാത്രമേ ഇപ്പൊ ഇതാവുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് സ്ഥിരമായിട്ട് ആടുകൾ എപ്പോഴും കാണും. വീഡിയോയിൽ നമ്പർ ഉണ്ട്. നമ്മുടെ മലപ്പുറം ജില്ല തിരൂർ വെട്ടം അല്ലേടാ? അതെ. ഓക്കെ. അവിടെയാണ് ഇപ്പൊ നിലവിലുള്ള